ഞാനൊരിക്കൽ ഇപ്പോഴും ആലോചിച്ച് പോവാണ്. കോഴിക്കോട് ജില്ലയിൽ വെച്ച് ഒരു ഖുർആൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ സൂറത്തു സാദിലെ ഒരായത്ത് ഇങ്ങനെ ഓതിയിട്ട് അതിന്റെ അർത്ഥം വിശദീകരിച്ചുകൊണ്ടിരിക്കുക. വഇന്ന കസീറൻ മിനൽ ഖുലതാഇ ലയബ്ഗി ബഅ്ദുഹും അലാ ബഅദ് വഇന്ന കസീറൻ മിനൽ ഖുലതാഇ ലയബ്ഗി ബഅ്ദുഹും അലാ ബഅദ്. ഞാൻ അതിന് അർത്ഥം പറഞ്ഞപ്പോ ഒറ്റയടിക്ക് അങ്ങ് പറഞ്ഞു. അതിന്റെ നേരെ അർത്ഥം എന്താന്ന് വെച്ചാൽ കൂട്ടിക്കലർത്തി ഏർപ്പാട് നടത്തുന്നവരിൽ അധിക പേരും. ഞാനത് പറഞ്ഞപ്പോ ജനങ്ങൾക്ക് തിരിയാൻ വേണ്ടി ഷെയർ ബിസിനസ്സുകാരിൽ അധിക പേരും എന്ന് പറഞ്ഞു. കൂട്ടിക്കലർത്തി ഏർപ്പാട് നടത്തുന്നവർ എന്നാണ് ഇതിന്റെ അർത്ഥം. കൂട്ടിക്കലർത്തി ഏർപ്പാട് നടത്തുന്നവർ അധിക പേരും. ഒരാളെ പറ്റിക്കലാണ് ശീലം. ഖുർആൻ പറയുന്നു കുടുങ്ങും. എന്നിട്ട് പറഞ്ഞു ഈമാനും അമലു സാലിഹാത്തുമുള്ളവരൊഴികെ. കാരണം ഷെയർ ബിസിനസ് പാടില്ല എന്ന് പറയാൻ പറ്റുമോ? കാരണം അങ്ങനെ ഒരു അധ്യായം തന്നെ ഫിഖ്ഹിന്റെ കിതാബുകളിലൊക്കെ ഉണ്ട്. കിതാബ് ശിർക്കത്ത് എന്ന് പറഞ്ഞിട്ടൊരു അധ്യായം തന്നെ ഉണ്ട്. അപ്പൊ അത് പാടില്ല എന്ന് പറയാൻ പറ്റൂല. പക്ഷേ അത് ഹലാലും ഹറാമും നോക്കി അന്യന്റെ ഹക്കാണെന്നുള്ള ബോധപൂർവ്വം അത് കൈകാര്യം ചെയ്തിട്ട് അതിന്റെ ലാഭവും അതുപോലെ അതിന്റെ മുതലും ഒക്കെ വേർതിരിച്ച് വെച്ച് ലാഭവിഹിതം കൃത്യമായി അടച്ചു തീർക്കണമെങ്കിൽ നല്ല പടച്ചോനെ പേടി വേണം. ഈ പടച്ചോനെ പേടിയുള്ള കുറച്ച് ആളുകൾ ഇതിൽ നിന്ന് ഒഴിവാണ് എന്ന് പറഞ്ഞു വെച്ചിട്ട് അല്ലാഹു തആല പറഞ്ഞു വഖലീലും മാഹും. ഖലീലും മാഹും, അവർ വളരെ വളരെ തുച്ഛമാണ്. അങ്കുലി പരിമിതമാണ് ഇങ്ങനെയുള്ള ആളുകളെ കിട്ടാൻ. ഇത് ഞാൻ പറഞ്ഞിട്ട് അന്ന് ഞാൻ പറഞ്ഞിരുന്നു, നമ്മളെ വലവീശാൻ പലതരത്തിലുള്ള ആളുകളും ഇങ്ങനെ വരും. അതിലൊന്നും കുടുങ്ങണ്ട എന്ന് പറഞ്ഞു. ഒരു സഹോദരൻ, എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അയാളുടെ 10 സെന്റ് സ്ഥലവും അയാൾ താമസിക്കുന്ന കിടപ്പാടെന്ന് പറയാം വിറ്റു. ഇത് ഒരു 7 കൊല്ലം മുമ്പ് അയാൾ വിറ്റ കഥയാണ് ഇപ്പൊ ഈ പറയുന്നത്. വിറ്റിട്ട് അയാൾ 10 ലക്ഷം റുപ്യക്കാണെന്നത് വിറ്റത്. വീടും പുരയിടവും അയാൾ വിറ്റു. പുരയിടവും വിറ്റു 10 ലക്ഷം റുപ്യക്ക്. എന്നിട്ട് 1,05,000 രൂപ കിട്ടുന്ന ഒരു സ്ഥലത്ത് കൊണ്ടുപോയി അത് നിക്ഷേപിച്ചു. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ ഇത്ര വലിയൊരു വിഡ്ഢിത്തം ചെയ്തോ എന്ന് ചോദിച്ചു അദ്ദേഹത്തോട് സംസാരിക്കുന്ന സമയത്ത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഉസ്താദേ ഇതൊക്കെ വിഡ്ഢിത്താന്ന് പറയണ നിങ്ങൾക്ക് സുഖമല്ല എന്നല്ലാതെ എന്ത് പറയാനാണ്. അന്ന് അദ്ദേഹം പറഞ്ഞ അതാ. കാരണം എന്താ? എത്രയാ എനിക്ക് കിട്ടുന്നത് നിങ്ങൾ അറിയോ? 10 ലക്ഷം റുപ്യാണ് കൊണ്ടുപോയി അടച്ചത്. അപ്പൊ 50,000 റുപ്യാണ് ഒരു മാസത്തിൽ വരുമാനം. 50,000 റുപ്യാണ് വരുമാനം. ഞാൻ എത്ര കഷ്ടപ്പെട്ട ഉസ്താദെ ജീവിച്ചിരുന്നത്. അതിന് അന്തസ്സായിട്ടൊരു വീട് ഞാൻ വാടകയ്ക്ക് എടുത്തിട്ടുണ്ട്. ആ വീടിന് 2,500 റുപ്യ വാടകയുള്ളൂ. ബാക്കി 47,500 എനിക്ക് ബാക്കിയാണ്. സുഖസുന്ദരായിട്ട് ജീവിച്ചിട്ട് എന്റെ മുതൽ അവിടെ അല്ലേ എന്ന് വെച്ചു. എന്റെ മുതൽ അവിടെ അല്ലേ? വളരെ സന്തോഷത്തിൽ ഞാൻ ചോദിച്ചു, ഈ കച്ചവടം പൊളിയാണെങ്കിൽ നിങ്ങളുടെ നഷ്ടം നിങ്ങൾ സഹിക്കാൻ തയ്യാറാവുമോ? പിന്നല്ലാതെ പൊളിയുമ്പോ നഷ്ടം സഹിക്കാൻ തയ്യാറാകൂലെങ്കിൽ, അതിന് തയ്യാറല്ലെങ്കിൽ കച്ചവടം ഹലാലാകുമോ എന്നാണ് അയാൾ ഇങ്ങോട്ട് ചോദിക്കുന്നത്. ഇയാൾ മസ്തരയൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട്. നല്ല ഉഷാറിലാണ്. എന്ത് ഉഷാറിലാ ചോദിച്ചത് കാര്യങ്ങൾ? ഞാൻ പറയുന്നത്, ഈ കച്ചവടം മുങ്ങിപ്പോയി, ഈ ബിസിനസ് മുങ്ങിപ്പോയി. അന്ന് ആ സഹോദരൻ വന്ന് കരഞ്ഞുകൊണ്ട് പറയുന്നു, ഉസ്താദേ ഒന്നും വേണ്ട, ആ കിട്ടാനുള്ള 10 ലക്ഷം ഒന്ന് തിരിച്ചു കിട്ടണം, ഒന്ന് ദുആ ചെയ്യണം എന്ന് കണ്ടപ്പോ പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇപ്പൊ എങ്ങനെ ഉണ്ട് സംഗതിയുടെ കിടപ്പ്? ബോധ്യപ്പെട്ടു ഉസ്താദെ, ബോധ്യപ്പെട്ടു. അപ്പൊ ഞാൻ പറഞ്ഞു, എത്ര കൊല്ലായി നിങ്ങൾ കൂടിയിട്ട്? ഞാൻ കൂടിയിട്ട് ഒരു 5-6 കൊല്ലായി അതിൽ. അത് ശരി. അപ്പൊ 5-6 കൊല്ലായില്ലെങ്കിൽ മാസം 50,000 റുപ്യ വെച്ച് കൂട്ടിയാൽ മാസം 50,000 റുപ്യക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ 5-6 കൊല്ലായിട്ടുണ്ടെങ്കിൽ വലിയ വിഷമമൊന്നും ഉണ്ടാവില്ലല്ലോ. ഞാൻ പറഞ്ഞു. അപ്പൊ പറഞ്ഞു, 2 കണ്ണൊന്നും വെള്ളം ഒലിപ്പിച്ചിട്ട് ആ സഹോദരനോട് പറഞ്ഞു, ഉസ്താദെ നിങ്ങളോട് പറയാൻ വലിയ ഉസ്താദെ അറിയാം. എന്തേന്ന് വെച്ചു, 50,000 റുപ്യ കിട്ടുമ്പോ 2,500 ഞാൻ വാടക കൊടുക്കാനുള്ളത് വാങ്ങി. പിന്നെയോ എനിക്ക് കഷ്ടിച്ച് ജീവിക്കാൻ ഒരു 2,500 അതും ഞാൻ വാങ്ങി. 45 അവിടെ തന്നെ നിക്ഷേപിച്ചു ഉസ്താദെ, വളരട്ടെ എന്ന് കരുതിയിട്ടാണ്. നോക്കണങ്ങൾ ഈ മനുഷ്യൻ പെട്ടപ്പെടല്. ഈ വേദനയാണ് എനിക്ക് പറഞ്ഞു തീർക്കാനുള്ളത്. ഇതാ പറഞ്ഞത്, ഇതൊക്കെ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വാക്കുകളാ. ആലോചിക്കണം. ആലോചിച്ചിട്ട് വേണം ഓരോ സംഗതികളിലും ഇടപെടാൻ.
ഞാൻ പറയുന്നു ആ ഏർപ്പാട് പാടില്ല എന്നല്ല പറയുന്നത്. പക്ഷേ സത്യസന്ധമായി ഏർപ്പാട് നടത്തുന്നവര് വിരലിലെണ്ണാവുന്നവരെ ഉണ്ടാവുള്ളൂ, കൃത്യമാണ്. പക്ഷേ എല്ലാവരും അങ്ങനെയാണെന്നല്ല പറയുന്നത്. ഇപ്പോഴും ഉണ്ട്, നമ്മുടെ രാജ്യത്ത് തന്നെ ഉണ്ട് വളരെ സത്യസന്ധമായിട്ട് ഏർപ്പാടൊക്കെ നടത്തി പോകുന്നവര്, ഇല്ലാന്നൊന്നും പറഞ്ഞുകൂടാ. പക്ഷേ ഓരോരുത്തരും ഇത്തരം കളിയൊന്നും കളിക്കരുത്, കിടപ്പാടം വെച്ച് കളിക്കരുത്. അത് മഹാദുരന്തത്തിന് വകയൊരുക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇത്തരം ദുരന്തങ്ങളൊക്കെയും എവിടെ നിന്ന് വന്നതാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വമുസീബത്തു ഉമ്മത്തിയൽ മാൽ, സമ്പത്തിനോടുള്ള ആർത്തി കൊണ്ട് വന്നതായത്. ഇനി നോക്ക് നിങ്ങൾ, ഹബീബിന്റെ മറ്റൊരു വാക്ക്, ഇയ്യാകും വത്തമഅ ഫഇന്നഹു ഹുവൽ ഫഖർ, ഇയ്യാകും വത്തമഅ ഫഇന്നഹു ഹുവൽ ഫഖർ, സദഖ റസൂലുള്ളാഹി. ഇയ്യാകും വത്തമഅ, ആർത്തിയെ നിങ്ങൾ കരുതിയിരിക്കുക, ആർത്തിയെ നിങ്ങൾ കരുതിയിരിക്കുക. എന്താ കാരണം? ഫഇന്നഹു ഹുവൽ ഫഖർ, അത് ദാരിദ്ര്യമാണ്. ആർത്തി ദാരിദ്ര്യമാണ്. അത് ബോധ്യപ്പെട്ടൊരു സഹോദരനാണ് നേരത്തെ പറഞ്ഞ സഹോദരൻ. ആർത്തി ദാരിദ്ര്യം തന്നെ എന്ന ഇനി അയാളോട് അഭിസോധി കൊടുത്താൽ അത് എങ്ങനെയെന്ന് അയാൾ ചോദിക്കൂല, അയാൾക്ക് ബോധ്യപ്പെടും. കാരണം അയാൾ ശരിക്ക് ദരിദ്രനായി, ഒരു ദരിദ്രനാരായണനായിട്ട് അയാളത്ത് മാറി. എന്താ കാരണം? ആർത്തിയാണ് ഇയാളെ പറ്റിച്ചത്, ആർത്തിയാണ് പറ്റിച്ചത്. ആർത്തി ദാരിദ്ര്യമാണെന്നുള്ളത് അദ്ദേഹത്തിന് തഫ്സീറുകൾ ഇടുന്ന ആവശ്യമില്ല. റസൂലുള്ളാഹിന്റെ ഹദീസിന് വിശദീകരിച്ചൊന്നും കൊടുക്കണ്ട, പെട്ടെന്ന് തിരിയും. ആർത്തി ദാരിദ്ര്യമാണെന്നുള്ളതിന് ഒരുപാട് വ്യാഖ്യാനങ്ങൾ മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു വ്യാഖ്യാനം അപ്പം അങ്ങോട്ട് പറഞ്ഞെന്നുള്ളൂ. മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്, ഇനി പൈസ ഇഷ്ടം പോലെ ഉണ്ട് എന്ന് വെക്കാം, എന്നാലും ആർത്തിയുടെ രോഗം ഉണ്ടെങ്കിൽ ദരിദ്ര നാരായണന്മാരുടെ ജീവിതമായിരിക്കും അയാളെ വീട്ടിലെ ജീവിതം. അപ്പോഴും ഇപ്പൊ ഇന്നഹു ഹുവൽ ഫഖർ കറക്റ്റ് ആണല്ലോ. ഇത് പോകുമ്പോ കൊണ്ടുപോകില്ലല്ലോ, പോകുമ്പോ കൊണ്ടുപോകില്ലല്ലോ ഈ സാധനം. എന്തിനത് ഉണ്ടാക്കിയത്? ഇയാൾ തിന്നൂല്ല, കുടിക്കൂല്ല, ഉടുക്കൂല്ല, വാഹനമില്ല, വീടുമില്ല, ഒന്നുമില്ല. പിന്നെന്താ? ഉണ്ടാക്കി വെച്ചു, തിന്നാതെ കുടിക്കാതെ ഉടുക്കാതെ ഉണ്ടാക്കി. എന്നിട്ടിപ്പോ എന്തുണ്ടായത്? ഒന്നുമില്ല. ഇതാണ് ഫഇന്നഹു ഹുവൽ ഫഖർ. അങ്ങനെയും മഹാന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അതിന്റെ അർത്ഥം ദൂർത്തടിക്കണം എന്നല്ല, ദൂർത്തുണ്ടാകരുത്. പക്ഷേ ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് അനുസരിച്ച് ജീവിച്ചോളണം. അത് അല്ലാഹുവിന്റെ കൽപ്പനയും കൂടെയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും കൂടെ കൽപ്പനയാണ്. ദൂർത്ത് അരുതാണ്.